സർ, ഒടുവിൽ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ തന്നെ പാകിസ്ഥാന് ശക്തമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. അസീം മുനീർ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയുടെ പാലം തകർക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്താ പറയാ അണക്കെട്ടുകൾ തകർക്കും, അത്തരം ഭീഷണികളൊക്കെ മുഴക്കിയപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മൗനം പാലിച്ചിരുന്നു. പക്ഷേ ഇന്നിതാ ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ പ്രധാനമന്ത്രി ശക്തമായ മറുപടി നൽകിയിരിക്കുന്നു. ആണവ ഭീഷണി ഇങ്ങോട്ട് വേണ്ട, ശക്തമായ കൃത്യമായ സമയത്ത് ഇന്ത്യ മറുപടി നൽകും, ഇന്ത്യൻ സൈന്യം അതിന് മറുപടി നൽകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ അത് അസീം മുനീറിനും പാകിസ്ഥാനും മാത്രമുള്ള ഒരു താക്കീതല്ല. അവരെ അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് വളരാൻ വിളനിലമൊരുക്കുന്ന അമേരിക്കയ്ക്കുൾപ്പെടെയുള്ള ഒരു താക്കീതായി കാണാൻ നമുക്ക് സാധിക്കില്ലേ? ഒപ്പം പാകിസ്ഥാന്റെ തിരിച്ചടികളെ ഇന്ത്യ ഇനി എങ്ങനെ ചെറുക്കും എന്നൊരു സന്ദേശം കൂടി പ്രധാനമന്ത്രി പറയുന്നില്ല. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം പാകിസ്ഥാനുമേൽ നടത്തിയ മറ്റൊരു അറ്റാക്ക് തന്നെ ആയിരുന്നു. മാനസികമായി പാകിസ്ഥാനെ തകർക്കുകയും പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കൊടുത്ത വ്യക്തമായ മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിൽ അദ്ദേഹം എണ്ണി പറഞ്ഞ ചില കാര്യങ്ങൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നതാണ്. അതായത്, ആണവായുധം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഹൈജാക്ക് ചെയ്യാൻ ഇനി ശ്രമിക്കരുത്. കാരണം നിങ്ങളുടെ കയ്യിൽ ആണവായുധം ഇല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ആണവ ശക്തി അല്ല. അവരുടെ അണുനിലയങ്ങൾ ബോംബിട്ട് തകർത്തിട്ട് അവിടെ നിന്നൊരു അണുവികീരണം പോലും പുറത്തേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിനകത്ത് ആണവായുധം ഒന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞുള്ള പേടിപ്പി രംഗം നിർത്തി. ഇനി ഇപ്പൊ മേലാൽ ആണവായുധം ഉണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. പേടിപ്പിക്കാൻ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ വിലപ്പോവില്ല എന്നാണ് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അതിലൊരു ധ്വനിയുണ്ട്. ഇനി ആരുടെ പിന്തുണയോടുകൂടി എന്ന് പറഞ്ഞാൽ ചൈനയുടെയോ ഇറാന്റെയോ ഒക്കെ പിന്തുണയോടെ ആണവായുധം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് വെച്ചു മുറിപ്പിക്കാനും പോകുന്നില്ല. അതിനുള്ള സംവിധാനങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാതെ പറഞ്ഞ ഒരു മെസ്സേജാണ്. ചുരുക്കി പറഞ്ഞാൽ, ആയുധ ശക്തി കൊണ്ട് ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു കാലത്തും പാകിസ്ഥാന് സാധിക്കുകയില്ല. പാകിസ്ഥാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുകയാണ് എന്ന് പറയാം. അതായത്, ആദ്യമായി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പാകിസ്ഥാന്റെ വ്യോമപാത ഇന്ത്യ ഉപയോഗിക്കരുത് എന്ന് പാകിസ്ഥാൻ പറയുകയുണ്ടായി. നമ്മൾ വ്യോമപാത ഒഴിവാക്കി. അതിന്റെ ഫലമായി നമുക്ക് 1-2 മണിക്കൂർ കൂടുതൽ പറക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത്, കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ 1-2 മണിക്കൂർ കൂടുതൽ പറക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാനിൽ നിന്നൊരു വിമാനം കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ 1-2 ദിവസം കൂടുതൽ പറക്കണം. ഇപ്പോൾ ഒന്നുകിൽ ചൈനയിൽ കൂടി പോകണം, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി ഇന്ത്യയെ ചുറ്റി പോകണം. നമുക്ക് 1 മണിക്കൂർ നഷ്ടം വരുമ്പോൾ അവർക്ക് 1 ദിവസം, നമുക്ക് 2 മണിക്കൂർ നഷ്ടം വരുമ്പോൾ അവർക്ക് 2 ദിവസം. പ്രതിദിനം ഇന്ന് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടം 128 കോടി രൂപയാണ്. ഒരു വർഷമാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പാകിസ്ഥാന്റെ സാമ്പത്തിക നട്ടല്ലൊടിയും. ഞാനൊരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിനേക്കാൾ എത്രയോ വലിയ നഷ്ടമാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലൂടെ പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നത്. പാകിസ്ഥാന്റെ കൃഷിയുടെ 80% കൃഷി നടക്കുന്നത് ഇന്ത്യ കൊടുക്കുന്ന വെള്ളം കൊണ്ടാണ്. ആ വെള്ളമാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 90% കർഷകരും കഷ്ടപ്പെടാൻ പോവുകയാണ്. അതിനെ തുടർന്ന് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന വൻപിച്ച വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമത്തെ നേരിടണമെങ്കിൽ ചൈന വൻതോതിൽ സഹായിക്കേണ്ടി വരും. അമേരിക്ക സഹായിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. ചൈനയ്ക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? സാമാന്യ ബുദ്ധി വെച്ച് നോക്കിയാൽ 141 കോടി ജനങ്ങളുള്ള ചൈന അവരുടെ 141 കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റിയിട്ട് മിച്ചമുള്ളത് കൊണ്ട് വേണ്ടേ ഈ പാകിസ്ഥാനെ സഹായിക്കാൻ? ഇനി ഇതിനേക്കാൾ വലിയൊരു അബദ്ധം പാകിസ്ഥാൻ സംഭവിച്ചത്, ഇന്ത്യയിലെ ഗോതമ്പാണ് പാകിസ്ഥാനി കഴിക്കുന്നത്. അതായത്, ഇന്ത്യയിൽ നിന്നുള്ള ഗോതമ്പ്, അരി, പയറുവർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ ഇതൊക്കെ തന്നെ പാകിസ്ഥാനിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റ് ഒന്നുമല്ല. നമുക്ക് അതിനേക്കാൾ നല്ല മാർക്കറ്റ് ലോകരംഗത്തുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് തൊട്ടയൽ രാജ്യത്ത് നിന്ന് ലോറിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ചെലവ് കുറഞ്ഞ മാർഗമാണ് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ളത്. അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും? മറുവശത്തേക്ക് നോക്കിയാൽ മുഴുവൻ മണലാരണ്യമാണ്, അവിടെ നിന്നൊന്നും കിട്ടാനില്ല. ചൈന വല്ലതും കനിഞ്ഞ് അനുഗ്രഹിച്ചു കൊടുത്താൽ അവിടുന്ന് കിട്ടി. ബാക്കിയെല്ലാം വളരെ വിദൂരങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാന് ഇറക്കുമതി ചെയ്യേണ്ടി വരും. കാരണം വെള്ളവും കൂടെ ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ, അടുത്ത 1 വർഷം കൂടെ കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പട്ടിണി പിടിമുറുക്കും എന്ന കാര്യം വളരെ വ്യക്തമാണ്.
ഇത്രമാത്രം അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ സംഭവിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒരു ജനത സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ സമ്പൽ സമൃദ്ധിയാണ്, പാകിസ്ഥാനിൽ പട്ടിണിയാണ്. എന്തിന്റെ പേരിലാണ്? പട്ടാള ഭരണത്തിന്റെ പേരിലാണ്. അപ്പൊ പട്ടാളത്തിനെതിരെ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ബലൂചിസ്ഥാൻ പോലെയുള്ള വിഘടനവാദങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നതോടൊപ്പം അകത്ത് മറ്റ് സ്വതന്ത്ര രാജ്യങ്ങളും രൂപപ്പെടും. ഏതാണ്ട് ഒരു 3-4 പാകിസ്ഥാനികൾ അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ 3-4 പിളരും. ഇതിനൊക്കെ 1-2 വർഷം മാത്രമേ കാത്തിരിക്കേണ്ടി വരികയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ അതിന്റെ സർവനാശത്തിലേക്ക് നടന്നെടുക്കുകയാണ് എന്നതിന്റെ മുന്നറിയിപ്പാണ് ഇന്ന് നരേന്ദ്രമോദി നൽകിയ ഈ സ്വാതന്ത്ര്യദിന സന്ദേശം. ഇതിൽ പാകിസ്ഥാന് മാത്രമല്ല ആ മെസ്സേജ് ഉള്ളത്, ചൈനയ്ക്കുമുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. അമേരിക്കയിലെ സാമ്പത്തിക ക്രൈസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ചൈനയാണ്. ചൈന എന്ന് പറയുന്ന വ്യാവസായിക വാണിജ്യ ഉൽപാദക കേന്ദ്രം, അവരുടെ ഉൽപാദനത്തിന്റെ മഹാഭൂരിപക്ഷവും കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയ്ക്ക് പണമില്ലാതായി കഴിഞ്ഞാൽ ചൈനയിലെ കടപൂട്ടും, കച്ചവടം പൊളിയും, സാമ്പത്തികമായി തകരും. ആ സമയത്ത് 146 കോടി ജനസംഖ്യയുള്ളതും സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കുന്നതുമായ ഭാരതവുമായി നല്ല സഖ്യമുണ്ടാക്കിയാൽ ചൈനയ്ക്ക് നല്ലതാണ്. ഇല്ലെങ്കിൽ ചൈന കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ ചീട്ടുകൊട്ടാരം തകർന്നടിയുക തന്നെ ചെയ്യും. പണ്ടൊക്കെ ചൈനയെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ റഷ്യയാണ്. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല. അതുകൊണ്ട് റഷ്യയുടെ സഹായം ചൈനയ്ക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ചൈനയെ സഹായിക്കാൻ ആരാണുള്ളത്? ഇത് ചൈനയെ തുറച്ചു നോക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഭരണ തകർച്ചയുടെ തുടർച്ച പിന്നീട് നമുക്ക് ചൈനയിൽ കാണാനാകും. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നരേന്ദ്രമോദി നൽകിയിരിക്കുന്ന നിർദ്ദേശം, അതായത് മുന്നറിയിപ്പ്, താക്കീത്, പാകിസ്ഥാനും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും എല്ലാം ഒപ്പമാണ്. അവരൊക്കെ അതനുസരിച്ച് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിലുള്ള മാറ്റം എന്താ വരാൻ പോകുന്നത്? അമേരിക്കയ്ക്ക് ചുറ്റും ചൈനയ്ക്ക് ചുറ്റും രൂപപ്പെട്ടിരുന്ന ലോകശാക്തിക ചേരികളിൽ നിന്ന് രാജ്യങ്ങൾ സ്വതന്ത്രമായി ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരാൻ പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പുതിയ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടാഗ് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർ പുതിയ ഇന്ത്യ എന്ന തൊപ്പി തന്നെ ധരിച്ചുകൊണ്ടാണ് വന്നത്. പുതിയ ഇന്ത്യ ലോകക്രമത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഇന്ത്യയാണ്. ആയുധമെടുത്തിട്ടോ സാമ്പത്തികമായിട്ട് വിരട്ടിയിട്ടോ ഇതുപോലെ ഏതെങ്കിലും ഒരു വാണിജ്യ കരാറിന്റെ പേരിൽ പേടിപ്പിച്ചിട്ടോ ഒന്നുമല്ല. മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, നട്ടല് നിവർത്തി തലയുയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വേറെയും രാജ്യങ്ങളുണ്ട്. അത്തരം രാജ്യങ്ങളുടെ ഒരു സഖ്യ മുന്നണി തന്നെ രൂപീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിന് ഇന്ത്യ മുൻകൈ എടുക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ അടുത്തേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു ബ്രസീലിനെ പോലെയുള്ള രാജ്യങ്ങൾ, റഷ്യയെ പോലെയുള്ള രാജ്യങ്ങൾ. അതായത് ബ്രിക്സ് എന്ന് പറയുന്ന ആ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയോടൊപ്പം ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അവരൊക്കെ ഈ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിനെ പേടിച്ച് മടുത്തു. ഇനിയെങ്കിലും ഒന്ന് തിരിച്ചടിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സാമ്പത്തികമായി തകർന്ന് ആഭ്യന്തരമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് അമേരിക്ക ഉള്ളത്. ട്രംപിന്റെ കസേര തെറിക്കാൻ അധികം സമയം വേണ്ട. അതുപോലെയുള്ള സംഭവവികാസങ്ങളാണ് അവിടെ ഉള്ളത്. ഈ സമയത്തൊക്കെ അമേരിക്കയ്ക്ക് പിന്തുണയായിട്ട് നിന്നിരുന്ന നാറ്റോ സഖ്യരാജ്യങ്ങൾ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് അതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലാണ്. യൂറോപ്പിൽ നിന്ന് 2 രീതിയിലുള്ള പ്രശ്നമാണ് ഉള്ളത്. ഒന്ന്, യൂറോപ്പിന്റെ സാമ്പത്തിക വളർച്ച തളർന്നിരിക്കുന്നു, മുരടിച്ചിരിക്കുന്നു. 2, യൂറോപ്പിലെ ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കിയിരിക്കുന്നു. അവരുടെ അടിമകളായി നിൽക്കാതെ ഭരണം മുന്നോട്ട് പോവില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. അതായത് സാമ്പത്തിക അശാന്തിയും സാമൂഹിക അശാന്തിയും ഒരുപോലെ പിടിമുറുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അഥവാ യൂറോപ്യൻ യൂണിയന് അമേരിക്കയെ സഹായിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പോഴാണോ പിന്നെ പാകിസ്ഥാനെ രക്ഷിക്കാൻ വരുന്നത്? അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുനിന്ന് ഒരിടത്തു നിന്നും ഒരു സഹായഹസ്തം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ദയ കൊണ്ട് വല്ലോ കഞ്ഞിയും വെള്ളവും കൊടുക്കാൻ തൊട്ട അയൽവക്കത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം നിനക്ക് വേണം എന്റെ പൊന്നു പാകിസ്ഥാനെ എന്നാണ് കൃത്യമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പാകിസ്ഥാന് മനസ്സിലായാൽ പാകിസ്ഥാന് കൊള്ളാം. തീർച്ചയായും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ നിരന്തര ഭീഷണികൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നു. ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ഈ മറുപടിയൊക്കെ പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന് കൊള്ളാം. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത്, ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതിലും വലിയ സാമ്പത്തിക തിരിച്ചടിയായിരിക്കും ആ രാജ്യത്തിന് ലഭിക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.